US നീതിന്യായ വകുപ്പിന്റെ കുറ്റപത്രത്തിൽ അദാനിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ഹർജി. ദേശതാൽപര്യം മുൻനിർത്തി അന്വേഷണം നടത്തണമെന്ന് ഹർജിയിൽ ആവശ്യമുണ്ട്. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജി നൽകിയത്. ആർ അച്യുതൻ ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, ഈ അതിന്റെ നിയമപരമായ വശം എന്താണ് അമേരിക്കയുടെ കുറ്റപത്രത്തിൽ ഇവിടെയുള്ള ഹർജിയിൽ? ഹാഷ്മി, ഇതിനു മുൻപും സമാനമായ രീതിയിൽ അദാനിക്കെതിരെ ഒരു ഹർജി സുപ്രീം കോടതിയുടെ മുൻപിൽ എത്തിയിരുന്നു. അന്ന് ചൂണ്ടിക്കാട്ടിയത് ഹിൻഡൻബർഗിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു ആവശ്യത്തിലായിരുന്നു ഹർജി. അതിൽ സുപ്രീം കോടതി പലതരത്തിലുള്ള നടപടികൾ ഘട്ടഘട്ടമായി സ്വീകരിച്ചിരുന്നു. സെബിയോട് വിശദീകരണം തേടി അങ്ങനെയുള്ള നിരവധി നടപടിക്രമങ്ങൾ അതിന്റെ ഭാഗമായി നടത്തിയിരുന്നു. എന്നാൽ വീണ്ടും അദാനി കുരുക്കിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു പുതിയ ഹർജി എത്തിയിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം അദാനിക്കെതിരായ US നീതിന്യായ വകുപ്പിന്റെ കുറ്റപത്രത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. അതിൽ പ്രധാനമായ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ദേശ താൽപര്യം മുൻനിർത്തി അദാനിക്കെതിരെ അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യമാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതുകൂടി സുപ്രീം കോടതിക്ക് മുൻപിൽ വരുമ്പോൾ അദാനിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒന്നുകൂടിയാണ് ഹാഷ്മി. ഓക്കെ.